നമുക്ക് കണക്കാവുന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം നമ്മുടെ നിരവധി വിശിഷ്ടാതിഥികൾ വേദിയിലുണ്ട്. ഏറ്റവും ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി കുഞ്ഞാലിക്കുട്ടി അവർകളുണ്ട്. മറ്റ് സർക്കാർ ഓഫീസേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ 2 കണ്ടെയ്നറുകളുടെ ഫ്ലാഗ് ഓഫ് നടത്താൻ പോവുകയാണ്. പാശ്ചാത്യ വിപണിയിലേക്ക്, യൂറോപ്പിലേക്ക് 2 മാസം കൊണ്ടെത്തിയിരുന്ന ചരക്ക് ഇനി വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട് വെറും 24 ദിവസത്തിലാണ് എത്തിച്ചേരാൻ പോകുന്നത്. ഗതാഗത സമയം കുറയ്ക്കുന്നു, ലോജിസ്റ്റിക്സ് ചെലവുകളിൽ ഗണ്യമായ കുറവ് വരുത്തുന്നു. അങ്ങനെ കേരളത്തിന്റെ കാർഷികോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി എല്ലാം പുതിയ വിദേശ വിപണികളിലേക്ക് എത്താൻ പോകുന്നു. തിരുവനന്തപുരം ആസ്ഥാനമായ നിലമേൽ എക്സ്പോർട്ടേഴ്സ് ആണ് റെഡി ടു ഈറ്റ് ആൻഡ് ഫ്രോസൺ ഭക്ഷണങ്ങൾ അടങ്ങിയ ഈ കണ്ടെയ്നർ ബുക്ക് ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്നും വാലൻസിയയിലേക്ക്, സ്പെയിനിലേക്ക്, യൂറോപ്പ് കോണ്ടിനെന്റിലേക്ക് നമ്മുടെ വിഴിഞ്ഞത്ത് നിന്നും ആദ്യത്തെ 2 കണ്ടെയ്നറുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു. ഇനി ഔപചാരികമായ ഉദ്ഘാടന പരിപാടിക്കായി ഔപചാരികമായ വേദിയിൽ നമുക്ക് ഏവർക്കും ഒരിക്കൽ കൂടി കണ്ടുമുട്ടാം. हाँ आ रहा हूँ
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ എക്സിം ഓപ്പറേഷനുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം, മിഷൻ സമുദ്രയുടെ ഔപചാരിക ഉദ്ഘാടനം എന്നിവയ്ക്കായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി, മറ്റ് വിശിഷ്ടാതിഥികൾ എല്ലാവരും വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ സാന്നിധ്യമായി വേദിയിലുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ കൂടി ക്ഷണിക്കുന്നു. ശ്രീ അടൂർ പ്രകാശ്, ആറ്റിങ്ങൽ MP, ശ്രീമതി OS അംബിക, ആറ്റിങ്ങൽ MLA, ശ്രീ GR അനിൽ, നെടുമങ്ങാട് MLA, ശ്രീ MR ബൈജു, കാട്ടാക്കട MLA, ശ്രീ CK ഹരീന്ദ്രൻ, പാറശാല MLA, ശ്രീ V ജോയ്, വർക്കല MLA, ശ്രീമതി രമ്യ ഹരിദാസ്, ചിറയിൻകീഴ് MLA, ശ്രീ N ശക്തൻ, നെയ്യാറ്റിൻകര MLA, ശ്രീ G സ്റ്റീഫൻ, അരുവിക്കര MLA, ശ്രീമതി V പ്രിയദർശിനി, പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, ശ്രീമതി അനുകുമാരി IAS, ജില്ലാ കളക്ടർ തിരുവനന്തപുരം, ശ്രീമതി നിഖില റെജി, അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി ഷീജ S, കോട്ടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ J പനിയടിമ, തിരുവനന്തപുരം പോർട്ട് വാർഡ് കൗൺസിലർ, ശ്രീ KH സുധീർ ഖാൻ, തിരുവനന്തപുരം വിഴിഞ്ഞം വാർഡിൻ്റെ കൗൺസിലർ, ശ്രീമതി S ലതിക കുമാരി, തിരുവനന്തപുരം വെങ്ങാനൂർ വാർഡിൻ്റെ കൗൺസിലർ, ശ്രീമതി അഫ്സ സജീന, തിരുവനന്തപുരം ഹാർബർ വാർഡിൻ്റെ കൗൺസിലർ, ശ്രീമതി സ്മിത ഗോപൻ, കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പുളിങ്കുടി വാർഡ് കൗൺസിലർ, മോൺസിയർ ഡോക്ടർ നിക്കോളസ് തസ്യൂസ്, തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാപ്പോലിത്ത, ഡോക്ടർ VP ഷുഹൈബ് മൗലവി, ചീഫ് ഇമാം പാളയം ജുമാ മസ്ജിദ് തിരുവനന്തപുരം, സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, ശാന്തിഗിരി ആശ്രമം പോത്തങ്കോട് എന്നീ വിശിഷ്ടാതിഥികളെ എല്ലാവരെയും സസ്നേഹം സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഭാരതത്തിൻ്റെ സമുദ്രമേഖലയിൽ ഒരു സുവർണ ഏടായി വികസന വിസ്മയമായ വിഴിഞ്ഞം മറ്റൊരു നാഴികക്കല്ലുകൂടി ഇന്നത്തെ ദിവസം താണ്ടുകയാണ്. നമ്മുടെ തുറമുഖത്തെ എക്സിം പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഇന്നത്തെ ഈ ഒത്തുചേരൽ. എക്സിം അഥവാ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലൂടെ ചെറുതും വലുതുമായ നിരവധി സംരംഭങ്ങൾക്കാണ് ആഗോള വിപണിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിൽ നിന്നും ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മാണ കയറ്റുമതി ഹബ്ബാക്കി കേരളത്തെ മാറ്റുക എന്നുള്ള വലിയ സ്വപ്നമാണ് നമ്മൾ ഇതിലൂടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ഇതിനോടൊപ്പം വിഴിഞ്ഞവും നമ്മുടെ തുറമുഖവും സിരാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വിശാല വികസന പദ്ധതിയും ഇന്നിവിടെ ലോഞ്ച് ചെയ്യപ്പെടുന്നു, മിഷൻ സമുദ്ര. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നതിനായി വേദിയിലേക്ക്, പോഡിയത്തിലേക്ക് ഞാൻ സാദരം ക്ഷണിക്കുന്നു കേരളത്തിൻ്റെ തുറമുഖ വകുപ്പ് സെക്രട്ടറി ശ്രീ രത്തൻ U കേൽക്കർ അവർകളെ. Good morning, everyone. It's a beginning of a new maritime chapter, not only for Kerala but for the entire globe, with the launch of the EXIM operations at Vizhinjam. For a formal inauguration, we are blessed to have with us the Honorable Chief Minister of Kerala, Shri V.D. Satishan. On behalf of everybody, I warmly welcome you, sir. The presidential address will be given by the Honorable Minister of Industries and Commerce, Shri P.K. Kunyalikutti, sir. On behalf of everyone, I warmly welcome you. I warmly welcome the Honorable MLA, Advocate M. Vincent. We warmly welcome Shri Shyam Jagannathan, Director General Shipping, Government of India. We warmly welcome Shri Ashwini Gupta, CEO, Adani Ports, Shri Neeraj Bansal, Shri Pradeep Jayaraman, Dr. Tiju,
who's the Customs Commissioner from Kochi. On behalf of all of us present here, I warmly welcome Shri Arvind Menon, who is the FRRO. We warmly welcome Dr. Nicholas, Dr. VP Suhaib, Swami Gurunathan, on behalf of each and every one of you present here. On behalf of everyone present here, I warmly welcome the former secretaries of Government of Kerala who have been handling Ports Department, the former MD Whistles, the industry, the media, and on behalf of each and every one of you present here, I warmly welcome the representatives of the local bodies in Kovalam and all the MLAs of Trivandrum. So today is a momentous occasion for all of us, and on behalf of Government of Kerala, on behalf of Adani Ports and Whistle, I warmly welcome each and every one of you present in this gathering. Thank you. Thank you, Sri Ratan U. Kelkar. Vizhinjam is a dream that we have seen together, and to present to us a lot more detail on the vision that's Vizhinjam, I'd like to invite to the podium Sri Ashwini Gupta, Chief Executive Officer and Whole-Time Director of Adani Ports and SEZ Limited. Honorable Chief Minister Shri V.D. Sateshanji, distinguished ministers of Government of Kerala, esteemed delegates, maritime partners, and my dear friends, Namaskaram. There are moments that define the future of a region, and there are moments that redefine the future of a state and a nation. Today is one such moment. In few days, Kerala will come together to welcome Onam, a festival that reflects abundance, prosperity, and new beginnings. Today, on these historical shores, as we inaugurate export-import operations at Vizhinjam International Seaport, we are creating another kind of Pookalam, not with flowers, but with trade, connectivity, opportunity, and prosperity. It is the opening of a new gateway connecting Kerala's talent, India's enterprise, and the aspiration of millions to global markets. Nearly 10 decades ago, visionary leaders recognized the extraordinary potential of this coastline and imagined a port that could connect India directly to the world's busiest shipping routes. The idea resurfaced time and time again, inspiring generations, but remained unrealized. But that changed 9 years ago. Under the visionary leadership of our chairman, Shri Gautam Adani, the unwavering commitment of our Shri Karan Adani, and steadfast support of Government of Kerala and all stakeholders, that long-held aspiration which transformed dream into reality. Our Honorable Prime Minister Shri Narendra Modi ji dedicated Vizhinjam Port on 2nd May 2025, recognizing its immense national importance. Kerala is emerging as a model of development and progress, and we at Adani Group are honored to be part of this journey. Today, through Trivandrum International Airport, Vizhinjam International Seaport, and a world-class logistics ecosystem, we are helping to build an integrated multimodal infrastructure network that connects Kerala to the world. Why did we build Vizhinjam? Because the next chapter of India's growth will depend not just on what we produce, but on how efficiently we connect to the global markets.
Building it was a test of our agility, resilience, and determination. The project endured cyclones, rough seas, prolonged monsoons, and massive task of sourcing and transporting millions of tons of rock. In just its first full year of operations, Vizhinjam has handled over 2.3 million TEUs and captured near 30% of India's transshipment container market. Nearly 1 in every 3 transshipped container in India now moves through this port. The port has also set a national record by handling ultra container vessels measuring nearly 400 meters in length, equivalent to 4 football fields placed end to end. The numbers tell a remarkable story. And today inauguration marks the beginning of new chapter, that is export-import operations after great success of transshipment operations. What does it mean? For exporters, whether they are shipped seafood, spices, cashew nuts, square products, engineering goods, Vizhinjam creates a faster and more direct route to international markets. For importers, it means quicker access to raw material and most efficient supply chain for faster conversion into the end products for domestic use as well as for exports. For MSMEs, every day saved in transit improves competitiveness, cash flows, and the growth potential. And most important, it allows more cargo, more value creation, and more economic activity to remain within the state and within our country, India. Vizhinjam is not just opening its gates to EXIM cargo, it is opening a new gateway between India and the world. And yet, this is only the beginning. Once enabled by full road and rail connectivity, Vizhinjam can emerge as a strategic gateway for Kerala and wider South Indian region, providing seamless access to global market, businesses across Andhra Pradesh, Karnataka, Tamil Nadu, and Kerala. At the same time, enhanced road connectivity through National Highway will seamlessly link Vizhinjam with the manufacturing centers in this state, but also outside the state. Today, with an investment exceeding 7,700 crores, this vision has become a reality. And our ambition extends much further. We have decided to commence phase 2, committing additional 16,000 crores investment to expand the capacity from 1.6 million TEUs to 5.7 million TEUs. This expansion will transform Vizhinjam into one of the largest container hubs in the Indian Ocean region. New infrastructure, bunkering facilities, liquid jetty, warehousing, logistic parks, container freight stations, and integrated logistics ecosystems will create a very comprehensive maritime gateway. Together, these investments are creating much more than a port. Vizhinjam is now an enriched economic and social ecosystem of assets, technology, and people who are driven by the competitive trade growth for the aspiration of the future generations. The story of Vizhinjam is already remarkable, and I truly believe its greatest chapters are still ahead. On behalf of Adani Ports, Logistics and Marine, APSEZ, I extend my warmest wishes to everyone present here and to the people of Kerala. Thank you. Onam Ashamsakal. Thank you. വിഴിഞ്ഞം എങ്ങനെയാണ് കേരളത്തിൻ്റെ വികസന വിസ്മയമായി മാറാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് അദ്ദേഹം നൽകിയത്. നന്ദി ശ്രീ അശ്വിനി ഗുപ്ത. അടുത്തതായി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായ നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അവർകളെ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇവിടെ വേദിയിലും സദസ്സിലും ഉള്ള വളരെ ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ജനപ്രതിനിധികൾ,
അതുപോലെ തന്നെ വിശിഷ്ട അതിഥികൾ, ഇവിടെ ഇപ്പോൾ ജസ്റ്റ് നൗ സിംഹ പറഞ്ഞതുപോലെ ഓരോ രാജ്യത്തിൻ്റെയും ചരിത്രത്തിൽ വളരെ പ്രത്യേകതയുള്ള ചില മൊമെൻസുകളുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന വ്യാവസായിക വളർച്ചയ്ക്ക്, വ്യാപാര വളർച്ചയ്ക്ക്, അതുണ്ടാക്കുന്ന നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിൽ, സാധാരണക്കാരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന വ്യത്യാസത്തിന് ഒരു വലിയ കുതിപ്പ് ഉണ്ടാക്കുന്ന നിമിഷം എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. ജസ്റ്റ് നൗ ബഹുമാനായ CM ഫ്ലാഗ് ഓഫ് ചെയ്തത് 2 ട്രക്ക് ലോഡ് കേരളത്തിൻ്റെ സാധനങ്ങളാണ്. നേരെ പോകുന്നത് യൂറോപ്പിലേക്കും അതുപോലെ തന്നെയുള്ള ഇതുവരെ നേരെ പോകാൻ പറ്റാത്ത പ്രദേശങ്ങളിലേക്കുമാണ്. എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് നമ്മുടെ ക്യാഷ് പോവും, കയറ് പോവും, ഹാൻഡ്ലൂംസ് പോവും. ഞങ്ങൾ നേരത്തെ ഒരു ഇൻട്രാക്ഷനിൽ അവരുമായി ഇരുന്നപ്പോൾ ഞങ്ങൾ അവരോട് റിക്വസ്റ്റ്, ഞാൻ ബഹുമാന മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ റോഡ് ഷോ നടത്തണം. കാഷ്യൂവിന് വേണ്ടി, കയറിന് വേണ്ടി, ട്രഡീഷണൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി നമുക്ക് അയക്കാവുന്ന അനവധി സാധനങ്ങളുണ്ട്. അതിൻ്റെ ഗേറ്റ് വേ ആണിത്. നമുക്കറിയാം ദുബായ് പോർട്ട് ആ UAEക്ക്, ദുബായിക്ക്, ഗൾഫ് കൺട്രീസിന് ചെയ്ത മഹത്തായ കാര്യം നമുക്കറിയാം. ഇന്നിപ്പോൾ ഹോർമൂസിൽ ചെറിയൊരു തടസ്സം ഉണ്ടായപ്പോൾ, ഒരു മൊമെൻ്റ് വ്യത്യാസം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ആശങ്ക നമുക്കറിയാം. അവിടെയുള്ളവർ വിഴിഞ്ഞം പറ്റുമോ എന്ന് നോക്കുകയാണ്. കാരണം വിഴിഞ്ഞത്തുനിന്ന് എളുപ്പമാണ്. ദി ഷോർട്ടസ്റ്റ് റൂട്ട് ടു യൂറോപ്പ്, ദി ഷോർട്ടസ്റ്റ് പോർട്ട് ടു അതർ പ്ലേസസ്. ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ് ദി ബിഗ് കോസ്റ്റ് ഇൻ എക്സ്പോർട്ട്. സാധനത്തിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ കൂടെ ഓപ്പറേഷൻസിൻ്റെ കോസ്റ്റും കൂടി കൂട്ടുമ്പോഴാണ് സാധനത്തിൻ്റെ വില വ്യത്യാസപ്പെടുന്നത്. അതാണ് ഓയിലിനും മറ്റു സാധനങ്ങൾക്കും അവിടെ സംഭവിക്കുന്നത് എങ്കിൽ നമ്മുടെ സാധനങ്ങൾക്ക് വരാവുന്ന ഓപ്പർച്യൂണിറ്റി, അവസരം അത് കണ്ട് അതിനനുസരിച്ച് നമ്മൾ ഒരുങ്ങിയാൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ പുതിയ കേരളം പിറക്കും. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന് ഈ വിഴിഞ്ഞത്തും പരിസരത്തുമൊക്കെ ആവശ്യത്തിന് ലോജിസ്റ്റിക് പാർക്കുകളും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അദ്ദേഹം പറയും. ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം രേഖപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ, സാധാരണക്കാരുൾപ്പെടെ ഉള്ള എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം വരുത്താവുന്ന ഒരു നിമിഷമാണ് ഇത്. എല്ലാവിധ ആശംസകളും. ജയ് ഹിന്ദ്. വിഴിഞ്ഞം നമുക്ക് തുറന്നു തരുന്ന വിശാലമായ സാധ്യതകളെക്കുറിച്ച് സൂചിപ്പിച്ച ആ വാക്കുകൾക്ക് നന്ദി ബഹുമാനപ്പെട്ട മന്ത്രിയോട്. ഇനി കേരള സർക്കാർ കാണുന്ന ഒരു വലിയ സ്വപ്നത്തിൻ്റെ ലോഞ്ചാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ആദ്യത്തെ 2 കണ്ടെയ്നറുകളുടെ ഫ്ലാഗ് ഓഫ് ഈ വേദിയിൽ എത്തുന്നതിന് മുൻപായി നമ്മുടെ തുറമുഖ വാതിലിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇനി ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് മിഷൻ സമുദ്ര എന്ന വലിയ സ്വപ്നത്തിൻ്റെ ലോഗോ ലോഞ്ചാണ്. അതിനായി കേരളത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനായ മുഖ്യമന്ത്രി വേദിയുടെ മധ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. റിമോട്ടിൽ വിരലമർത്തി സമുദ്രാധിഷ്ഠിത അടിസ്ഥാന സൗകര്യ വികസനത്തിലൂന്നിയ ഒരു വ്യാവസായിക കുതിപ്പിന് തുടക്കം നൽകുന്ന മിഷൻ സമുദ്ര.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ കേൾക്കാം ഈ സ്വപ്നത്തെക്കുറിച്ചുള്ള കൂടുതൽ വാക്കുകൾ. ഉദ്ഘാടന പ്രസംഗത്തിനായി ശ്രീ VD സതീശൻ അവർകളെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശിഷ്ടാതിഥികളെ, സഹോദരങ്ങളെ, ഇത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ്. അശ്വനി ഗുപ്ത ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ലോകത്തിലേക്കുള്ള കേരളത്തിൻ്റെ വികസന കവാടമാണിന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, നാടിൻ്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. അദ്ദേഹം ഈ ഓപ്പറേഷൻസിനെ കുറിച്ചും അതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ചും എല്ലാം സംസാരിച്ചത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റും ഇല്ലാതെ, ഒരു പോർട്ടിലും പോകാതെ ഏത് സാധനവും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏത് തുറമുഖത്തേക്കും കയറ്റി അയക്കാം. 6 ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമതിയും ആരംഭിക്കും. നമുക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ഇന്ത്യയിൽ ഒരു തുറമുഖത്തിനും ഇതുവരെ സാധ്യമാകാത്ത ഓട്ടോമാറ്റിക് സിസ്റ്റം, ആൽഗരിതം ഡ്രിവണായിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആർക്കും ഒരു അപകടമില്ലാതെ ഭംഗിയായി കയറ്റിറക്കുമതി ജോലികൾ ചെയ്യാൻ പറ്റുന്ന, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ്. നമുക്കറിയാം, ഈ പോർട്ടിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് കുറേ ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഞാനിതിനു മുൻപ് ഇവിടെ നടന്നൊരു സമ്മേളനത്തിൽ വെച്ച് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ കഴിഞ്ഞ 10 വർഷം നമ്മളത് മിസ് ചെയ്തു. ഞാൻ ഓർക്കുന്നു, റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും കൂടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്ത് തീർക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പോർട്ടിൻ്റെ കിട്ടുന്ന ഗുണത്തിൻ്റെ 100 ഇരട്ടിയായിരുന്നേനെ ഇപ്പോൾ ഇതിൻ്റെ കിട്ടുന്നതിൻ്റെ നേട്ടം. വൈകിപ്പോയി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് അവർ വർക്ക്. നമ്മൾ തുടങ്ങണം. ഞങ്ങൾ വന്നതിന് ശേഷം 100 ദിവസം ആയിട്ടില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട്. ആദ്യത്തെ മാസം തന്നെ ഒരു തീരുമാനമെടുത്തു. ഇവിടുത്തെ റിംഗ് റോഡിന് 12,000 കോടി രൂപയുടെ പ്രോജക്റ്റിന് ലാൻഡ് അക്വിസിഷന് വേണ്ടി 3,200 കോടി കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. നേരത്തെ ആയിരുന്നു ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ 1,600 കോടി മതിയായിരുന്നു. ഇപ്പം അത് 3,200 കോടിയായി. ഇനിയും വൈകിക്കാൻ പാടില്ല, അതൊക്കെ എടുത്തു. ഈ പോർട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ വികസനത്തിന് ഈ കൺസെഷൻ എഗ്രിമെൻറ്റിലുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഒബ്ലിഗേഷൻസും സമയബന്ധിതമായി അത് തീർക്കും. അത് വേഗത്തിലുണ്ടാവും. കേരളത്തിൽ ഇന്നുവരെ കാണാത്ത വേഗത്തിൽ ലാൻഡ് അക്വിസിഷൻ ചെയ്ത് തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ അവരുടെ ഒരു വളരെ നന്നായി സ്റ്റഡി ചെയ്തൊരു പ്രസൻറ്റേഷൻ അവർ നടത്തി വ്യവസായ വകുപ്പ്. അതിലേറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വ്യവസായ വകുപ്പിൻ്റെ ഏജൻസികളായ കിൻഫ്രയോടും ഇൻകലിനോടും പരമാവധി സ്ഥലം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടും അക്വയർ ചെയ്യാൻ പറഞ്ഞിരിക്കുക, ലാൻഡ് അക്വയർ ചെയ്യാൻ പറഞ്ഞിരിക്കുക. നമുക്ക് ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാകണം, വെയർ ഹൗസിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകണം, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻസ് ഉണ്ടാകണം, നമുക്ക് ഈ ഫ്രീ ഇൻഡസ്ട്രി സോൺ ഉണ്ടാകണം, നമുക്ക് നമ്മുടെ പ്രോസസ്സിംഗ് വേണം, നമ്മുടെ ഫിഷ് പ്രോസസ്സിംഗ് സോണുകൾ ഉണ്ടാകണം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം. കേരളത്തിലെ നമ്മുടെ പ്രോഡക്റ്റുകൾ കൂടി നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റണം. നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രി, കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ മെറ്റീരിയൽസ്, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ ഒളിയോർസൻസ്, ഇതെല്ലാം
കേരളത്തിൽ നിന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു തടസ്സവും കൂടാതെ നമുക്ക് എല്ലാ ലോക രാജ്യങ്ങളിലും എത്തിക്കാൻ കഴിയണം. ഇന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്, ഇന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനത്തിൽ 2 സ്ഥാപനങ്ങളുടെ നിലമേൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെയും ആസ്പിൻ വാളിൻ്റെയും ഫുഡ് പ്രോഡക്ട്സ് പോവുകയാണ്. എന്തൊക്കെയുണ്ടെന്നറിയാം ഇന്ന് പോകുന്നതിൽ? ഇഡലിയും സാമ്പാറും ഉണ്ട്. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഇലയടയുണ്ട്, പഴംപൊരിയുണ്ട്. ഇതടക്കമുള്ള കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇന്ന് കയറ്റുമതി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞങ്ങൾ ഗവൺമെൻറ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ, അതിനെല്ലാം ഞങ്ങൾ കേരള ബ്രാൻഡ് കൊടുക്കുകയാണ് പരിശോധിച്ച്. ആ കേരള ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ കൂടി ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇന്നുള്ള ഈ സംഭവം തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങൾ ഏറ്റെടുക്കും. തീർച്ചയായും അത് നടപ്പിലാക്കും. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ സ്റ്റേഷനും 18 മിനി തുറമുഖങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തെ തന്നെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണം, പോർട്ട് സിറ്റിയാക്കി മാറ്റണമെന്നതാണ്. അതിനാണ് മിഷൻ സമുദ്ര ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനം കൂടിയായി, അതിനുള്ള വേദിയായി കൂടി സ്റ്റേജ് മാറുകയാണ്. കേരളം ഇതുവരെ അന്വേഷിച്ചു പോകാത്ത, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മുടെ ഒരു പോസിബിലിറ്റി. നമുക്കറിയാം, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജനസാന്ദ്രത വളരെ വലുതാണ്. നമ്മുടെ ഭൂരിഭാഗം ഭൂമിയും റെഗുലേറ്റഡ് ആണ്. ഫോറസ്റ്റ് ആക്ട്, പാഡി ആക്ട്, CRZ. അപ്പം നമ്മുടെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടത്. നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താ? ഏറ്റവും പ്രധാനം 600 കിലോമീറ്ററുള്ള ഈ കടലാണ്. ഈ കടലും ഈ 18 മിനി തുറമുഖങ്ങളും ഈ 2 സുപ്രധാനമായ തുറമുഖങ്ങളും കണ്ടെയ്നർ സ്റ്റേഷനുമാണ്. ഈ തുറമുഖങ്ങളെ മുഴുവൻ നമുക്ക് വളർത്തിയെടുക്കണം. അതിന് സ്വകാര്യ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഈ ഗവൺമെൻറ് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പോർട്ടുകളെല്ലാം കണക്ട് ചെയ്യണം. നമ്മുടെ റോഡ് തിങ്ങി നിറഞ്ഞാണ് സാധനങ്ങൾ പോകുന്നത്. അതിലൂടെ നമുക്ക് 50%, 60% സാധനങ്ങൾ കടലിലൂടെ ആക്കണം. ഇപ്പോൾ ബങ്കറിംഗ് ഫെസിലിറ്റി ആരംഭിക്കും. ഒരുപാട് പോർട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരംഭിക്കും. അതിൻ്റെ കൂടെ നമുക്ക് ബാർജ് ലോജിസ്റ്റിക്സ് ഉണ്ടാകണം, വെസൽ ലോജിസ്റ്റിക്സ് ഉണ്ടാകണം. ഇതെല്ലാം ഉണ്ടാകണം. ഞങ്ങൾ കൊച്ചിൻ പോർട്ടിനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആവശ്യമായ സ്ഥലം തരാം. കൊച്ചിൻ പോർട്ടിൽ ഒരു ക്രൂയിസ് ടെർമിനൽ ആരംഭിക്കുകയാണ്. അതുകൂടി മിഷൻ സമുദ്രയുടെ ഭാഗമാണ്. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കും, കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്കും, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുമുള്ള യാത്രാ കപ്പലുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ 44 നദികളുമായും നമ്മുടെ ലേക്കുകളുമായും നമ്മുടെ ബാക്ക് വാട്ടറുമായിട്ടും കണക്ട് ചെയ്ത് വലിയ ടൂറിസം പ്രോജക്റ്റുകൾ കേരളത്തിലുണ്ടാകും. റിവർ ക്രൂയിസ് ഉണ്ടാവും കേരളത്തിൽ. ഇതാണ് നമ്മുടെ സ്വപ്നം. നമ്മളത് യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിതമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു. കൊച്ചിയിലൊരു വലിയ ഓഷ്യനേറിയം തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ആരംഭിച്ചു. ഇനി എനിക്ക് ഏറ്റവും വലിയ അഭിമാനം, നമുക്കൊരു മാരിടൈം ഹിസ്റ്ററി ഉണ്ട് കേരളത്തിന്. ഇന്ത്യയിൽ ആദ്യമായി വിദേശികൾ എത്തിയത് കേരളത്തിലാണ്. 1498 വാസ്കോഡ ഗാമ കാപ്പാട് ബീച്ചിലാണ് അടുത്തത്. പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. നമ്മുടെ ഈ മാരിടൈം ഏരിയയിൽ നടന്ന ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. അതിൻ്റെ എല്ലാം മനോഹരമായ ഹിസ്റ്ററി, ഇന്ത്യയുടെ വർണ്ണാഭമായ മാരിടൈം ഹിസ്റ്ററി, ലോകത്തിൻ്റെ മാരിടൈം ഹിസ്റ്ററി, അതെല്ലാം എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയവും കേരളത്തിലുണ്ടാവും. അതിൻ്റെ നടപടികളും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ സർക്കാർ ആരംഭിച്ചു എന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഈ പോർട്ട് സിറ്റി എന്നുള്ള കൺസെപ്റ്റ്, മിഷൻ സമുദ്ര എന്നുള്ള കൺസെപ്റ്റ് അക്കാഡമിയുമായി നമ്മൾ കണക്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളോട്. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് തന്നെ അക്കാഡമിക് പ്രോഗ്രാമുകളും ട്രെയിനിങ് സെൻറ്ററുകളും ആരംഭിക്കുക. നമുക്ക് മാരിടൈം ഹിസ്റ്ററി, മാരിടൈം ലോ, അതുപോലെ ലോജിസ്റ്റിക്സ് തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട
ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റുകളിൽ അക്കാഡമിക് പ്രോഗ്രാമുകൾ നമുക്ക് തുടങ്ങി വെക്കണം. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ കേരളത്തിൽ തന്നെ നമ്മുടെ തുറമുഖങ്ങളിൽ ജോലി കിട്ടുന്നതിനുള്ള സാധ്യതകൾ കൂടി നമ്മൾ ഉറപ്പുവരുത്തണം. ഏത് പദ്ധതി തുടങ്ങിയാലും അത് വേണം. ഇപ്പം ഇവിടെ ആരംഭിച്ച വലിയൊരു സോഫ്റ്റ്വെയർ, ആൽഗരിതം ഡ്രിവൺ ആയിട്ടുള്ള ഇവരുടെ ഈ ഓട്ടോമേറ്റഡ് സംവിധാനം, ആ സംവിധാനത്തിനും നല്ല ട്രെയിനിങ് കൊടുക്കണം. ഞങ്ങൾ കൊച്ചിൻ പോർട്ടിൽ ഞാനും ശ്രീ കുഞ്ഞാലൂർ സാഹിബും ചെന്നപ്പോൾ ഞങ്ങൾ സിയാലിനോട് പറഞ്ഞു, സിയാൽ ഈസ് എ കോമ്പിറ്റന്റ് ഏജൻസി ടു സ്റ്റാർട്ട് ആൻ എയർപോർട്ട്. സിയാൽ ഒരു കൺസൾട്ടൻസി സർവീസ് തുടങ്ങണം. ഇന്ത്യയിലോ മൂന്നാം ലോക രാജ്യങ്ങളിലോ ലോകത്തിൽ എവിടെയുമോ ഒരു പോർട്ട് തുടങ്ങാനുള്ള എല്ലാ കോമ്പിറ്റൻസിയും സിയാലിനുണ്ട്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടാലൻറ്റ് പൂൾ അവിടെയുണ്ട്. കൺസൾട്ടൻസി തുടങ്ങണം. വിഴിഞ്ഞം തുറമുഖത്തിലും ഞങ്ങളുടെ ആഗ്രഹം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടൻസി തുടങ്ങണം എന്നുള്ളതാണ്. ലോകത്തിലെ ഏത് രാജ്യത്തും ഒരു പോർട്ട് ആരംഭിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കൺസൾട്ടൻസിയെ നമുക്ക് അയക്കാൻ കഴിയും. ലോകത്തെ ഏത് രാജ്യത്ത് പോയിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അവർ പോയി ലോകത്തൊരു പുതിയ പോർട്ട് തുടങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സാധ്യതകളെ മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ള വലിയ ഒരു സ്വപ്നത്തിൻ്റെ ആരംഭമാണ് ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ എക്സിം ആക്ടിവിറ്റീസ് ഫ്ലാഗ് ഓഫ് ചെയ്തതായും മിഷൻ സമുദ്ര തുടങ്ങിയതായും നിങ്ങളോടെല്ലാം സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ സമുദ്രപാതയെയും ജലപാതകളെയും ഒക്കെ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു വലിയ സ്വപ്നത്തെക്കുറിച്ചാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത്. നന്ദി ആ വാക്കുകൾക്ക്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ് നമ്മുടെ അടുത്ത വേദിയിലെ ചടങ്ങ്. അതിനായി ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ അശ്വിനി ഗുപ്ത അവർകളെ ക്ഷണിക്കുന്നു. We'll be presenting a token of our appreciation and gratitude to the Honorable Chief Minister, Shri V.D. Satheeshan. On behalf of Adani Ports and Special Economic Zone Limited, a token of our appreciation to the Honorable Chief Minister, Shri V.D. Satheeshan. He is being adorned with a ponnada. അടുത്തതായി നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ P.K. കുഞ്ഞാലിക്കുട്ടി അവർകൾക്കും നമ്മുടെ ഒരു സ്നേഹോപഹാരം ഒപ്പം പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ഒപ്പം വിഴിഞ്ഞം എന്ന സ്വപ്നത്തിൻ്റെ കൂടെ ആദ്യം മുതൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി കൂടി വേദിയിലുണ്ട്. അഡ്വക്കേറ്റ് M. വിൻസെന്റ് MLA ഓഫ് കോവളം. അദ്ദേഹത്തെയും സ്നേഹോപഹാരം നൽകി ആദരിക്കുന്നു. On behalf of Adani Ports and Special Economic Zone Limited. We are at the cusp of a big dream, and this is the team that's making it happen. Our heartfelt gratitude to all of them. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഏറ്റവും ബഹുമാന്യനായ കോവളം MLA അഡ്വക്കേറ്റ് M. വിൻസെന്റിനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, കേരളത്തിൻ്റെ IT വികസനത്തിന് അടിത്തറ പാകിയ കേരളത്തിൻ്റെ ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P.K. കുഞ്ഞാലിക്കുട്ടി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പുതുയുഗ കേരളത്തിൻ്റെ നായകൻ ശ്രീ V.D. സതീശൻ, ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചൂണ്ടിക്കാണിച്ചതുപോലെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഇന്നാദ്യമായി ഗേറ്റ് വേ ട്രാഫിക് ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, വളരെ നേരത്തെ ആരംഭിക്കേണ്ടതായിരുന്നു ഈ റോഡ് കണക്ടിവിറ്റി. 2 വർഷം കൊണ്ട് ആരംഭിക്കേണ്ടതും റെയിൽ കണക്ടിവിറ്റി 6 കൊല്ലം കൊണ്ട് ആരംഭിക്കേണ്ടതുമായിരുന്നു. അങ്ങനെയായിരുന്നാൽ ഉണ്ടാകുമായിരുന്ന വൻപിച്ച വികസന കുതിപ്പിനെക്കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇനിയും അധികം വൈകാതെ തന്നെ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡ് കണക്ടിവിറ്റി ക്ലോവർ ലീഫ് സംവിധാനത്തിൽ
രൂപപ്പെടുത്തിയിരിക്കുന്ന റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കാൻ വളരെ വേഗം നമുക്ക് സാധിക്കണം. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക്, യുവജനങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മുടെ നാടിൻ്റെ യുവാക്കൾ, നിരാശരായി പോകുന്ന യുവജനങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകുന്ന സമുദ്ര മിഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഇതെല്ലാം വികസനത്തെക്കുറിച്ച് പറയുമ്പോഴും ഇന്ന് രാവിലെ നടന്ന 2 മീറ്റിങ്ങുകൾ, ഇൻവെസ്റ്റർ മീറ്റുകളായിരുന്നാലും അതുപോലെ തന്നെ തുറമുഖത്തിൻ്റെ അധികാരികളുമായി നടത്തിയ മീറ്റിങ്ങിലായിരുന്നാലും അദ്ദേഹം ആവർത്തിച്ചു പങ്കുവച്ച ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്കുണ്ടാകുന്ന അവസരങ്ങളെക്കുറിച്ചും ഈ പ്രദേശവാസികൾക്കുള്ള ആശങ്കകളും എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും ഈ 2 മീറ്റിങ്ങിലും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത്, വികസനത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ തന്നെ ആ വികസനത്തിൻ്റെ പേരിൽ ആരെങ്കിലും ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കണമെന്നുള്ള ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ആ 2 ചർച്ചകളിലും കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വികസനത്തിൻ്റെ പങ്ക് ലഭിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കൃത്യമായ വീക്ഷണം പങ്കുവെച്ചുകൊണ്ടുള്ള വാക്കുകൾക്ക് നന്ദി അഡ്വക്കേറ്റ് എം വിൻസെന്റ്. അടുത്തതായി ഔപചാരികമായി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി AVPPLന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ പ്രദീപ് ജയറാമനെ സാദരം ക്ഷണിക്കുന്നു. Good afternoon, everyone. This is truly a dream come true, not only for us, but not only for Kerala, but for the entire country as a whole. Vizhinjam is steadily emerging as the maritime gateway of South Asia. Like Ashwini ji mentioned, already we have 30% of transshipment market, and 1 in 3 transshipment containers go through Vizhinjam. I sincerely request your wholehearted support, all of you, as we continue this journey and work together to make Vizhinjam a true global maritime hub. I would like to express my sincere gratitude to the Honorable Chief Minister, Shri V.D. Satheeshan ji, for his inspiring words, guidance and support. My sincere thanks to the Honorable Minister, Kunjali Kutty, our own MLA, Shri Advocate Vincent, various government officials, departments, Whistle, Ports, Trivandrum Chamber of Commerce, the business community, regulatory agencies, customs, PHO, immigration, police, etc., and our trade partners, and definitely the people of Vizhinjam and the people of Trivandrum and Kerala. Vizhinjam's success is a result of collective efforts and support of all of you. Thank you very much for being part of this historic journey. Let us continue to work together to take Vizhinjam and Kerala to greater heights. Once again, thank you all for your support. Wishing you and your families a very happy, healthy and prosperous Onam. Thank you. Jai Hind. നന്ദി ശ്രീ പ്രദീപ് ജയരാമൻ. അതോടുകൂടി നമ്മുടെ ഈ വേദിയിലെ ഔപചാരികമായ ചടങ്ങുകൾ തീരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. വിഴിഞ്ഞത്തിൻ്റെ ഈ സ്വപ്നത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് നടക്കാം. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ലഘുഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ദയവായി ആ സൽക്കാരം കൂടി സ്വീകരിച്ച ശേഷം മാത്രമേ സ്ഥലം വിട്ടു പോകാവൂ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വശങ്ങളിലായി നമ്മുടെ ഈ പ്രധാന ഇവന്റ് സ്പേസിൻ്റെ വശങ്ങളിലായി കൗണ്ടറുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലഘുഭക്ഷണം ആസ്വദിച്ച ശേഷം മാത്രമേ പോകാവൂ. നന്ദി, നമസ്കാരം.